മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിക്കു പറ്റിയ ലൂണയുടെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ സ്പാനിഷ് സ്പോർട്സ് ജേർണലിസ്റ്റായ ഏഞ്ചൽ ഗാർഷ്യയും അതുപോലെ തന്നെ ഗോവയിൽ നിന്നുള്ള സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മർഗുലാവയും റിപ്പോർട്ടുകൾ പങ്കുവച്ചിരിക്കുകയാണ്. സംഗതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്പാനിഷ് താരമായ ഫ്രാൻ ഗാർസിയസിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് ISL നിലവിൽ പോയിന്റ് ടേബിളിൽ മുൻപന്തിയിലുള്ള ഒരു ടീം ശ്രമിക്കുന്നുണ്ടെന്ന രീതിയിലാണ് സ്പാനിഷ് സ്പോർട്സ് ജേർണലിസ്റ്റായ ഏഞ്ചൽ ഗാർസിയ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ നമുക്കറിയാം ISL പോയിന്റ് ടേബിളിൽ മുന്നിൽ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയുമാണ്. നിലവിൽ ഈ രണ്ടു ടീമുകൾക്കും ഒരു പ്ലേ മേക്കറുടെ റോളിൽ കളിക്കുന്ന ഒരു വിദേശ താരത്തിന്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം FC ഗോവയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ കളിക്കുന്ന വിക്ടർ റോഡ്രിഗസിനും ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ കളിക്കുന്ന ലൂണക്കും പരിക്കാണ്. ISL മുൻപന്തിയിൽ പോയിന്റ് ടേബിളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ടു ടീമുകൾ FC ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാധ്യതകൾ FC ഗോവക്കും കേരള ബ്ലാസ്റ്റേഴ്സിനുമാണ് കാണുന്നത്. എന്നാൽ മാർക്കസ് മർഗുലാവോ ഇത് സംബന്ധമായ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് FC ഗോവയല്ല ഈ ഒരു സ്പാനിഷ് താരത്തിനായി രംഗത്തുള്ളതെന്ന രീതിയിൽ ഉറപ്പ് നൽകിക്കൊണ്ടാണ് മാർക്കസ് മർഗുലാവോ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഇനിയും അന്വേഷിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ട്വീറ്റും അവസാനിപ്പിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ FC ഗോവയല്ല എന്നൊരു കാര്യം മാർക്കസ് കൺഫേം ചെയ്തു. പിന്നീട് പോയിന്റ് ടേബിളിൽ മുൻപന്തിയിലുള്ളത് ബ്ലാസ്റ്റേഴ്സാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്പാനിഷ് താരത്തിനായി ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്ന കാര്യം നമുക്ക് ഇത് കൂട്ടി യോജിപ്പിച്ചാൽ മനസ്സിലാവുന്നതാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് അനുയോജ്യനായ ഒരു താരം തന്നെയാണ്. സ്പാനിഷ് താരമാണ്. 1.6 കോടിയോളം രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.